നമസ്കാരം. അമ്മാളു അമ്മ ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ വയോധികയാണ്. സഹോദരങ്ങളോ മക്കളോ ഇല്ലാത്ത സീതാലക്ഷ്മി അമ്മാളിനെ അമ്മാളു അമ്മ എന്ന് വിളിച്ചത് വി.ഡി. സതീശൻ തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള ഫോട്ടോയും ഉയർത്തിപ്പിടിച്ചു നിന്ന അമ്മാളു അമ്മയെ വേദിയിൽ കയറ്റി അദ്ദേഹം ആശ്ലേഷിച്ച കാഴ്ച രാജ്യത്തിന്റെ ഹൃദയം കവർന്നു. പ്രളയകാലത്തു തന്നെ സഹായിച്ച നേതാവിനോടുള്ള മറക്കാനാവാത്ത ആത്മബന്ധമാണ് അവരെ അവിടെ എത്തിച്ചത്. വെറുപ്പല്ല, സ്നേഹമാണ് ജനങ്ങൾക്ക് ആവശ്യം. അമ്മാളു അമ്മ വ്യക്തിയല്ല, പ്രതീകമാണ്. പാവങ്ങളോടും അവഗണിക്കപ്പെട്ടവരോടുമുള്ള കരുതലിന്റെ പേരായി അത് മാറട്ടെ. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള CPM ജില്ലാ കമ്മിറ്റി യോഗം ഇന്നും നാളെയും. ജില്ലയിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ തൃശൂർ മുൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മത്സരിച്ച് പരാജയപ്പെട്ട ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെ ഫലങ്ങൾ പ്രത്യേകം പരിശോധിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തൂക്കം വരുന്ന 67 കിലോ കേക്ക് മുറിച്ചുകൊണ്ട് മറ്റത്തൂരിലെ UDF കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ. തുടർന്ന് പ്രകടനവും മ്യൂസിക്കൽ ഷോ, കാവടി, വെടിക്കെട്ട് എന്നിവ നടന്നു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം. ഉപദേവ ക്ഷേത്രമായ ശിവക്ഷേത്ര നടയിലും പ്രധാന ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് പുറത്തുമായി സ്ഥാപിച്ചിരുന്ന വിലയേറിയ ഓട്ടുവിളക്കുകളാണ് ഇന്നലെ രാത്രി കവർന്നത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള CPM ജില്ലാ കമ്മിറ്റി യോഗം ഇന്നും നാളെയും. ജില്ലയിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ തൃശൂർ മുൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മത്സരിച്ച് പരാജയപ്പെട്ട ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെ ഫലങ്ങൾ പ്രത്യേകം പരിശോധിക്കും. CPI മത്സരിച്ച കൊടുങ്ങല്ലൂരിൽ ഇടതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നതും പരിശോധിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായപ്പോൾ പാർട്ടിയുടെ അടിത്തറ ഭദ്രമെന്നായിരുന്നു വിലയിരുത്തൽ. ഇക്കുറി പാർട്ടി കോട്ടകളിൽ വോട്ടിടിഞ്ഞു. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ പരാജയത്തിന്റെ കാരണം കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന തൃശൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ നഗരത്തിൽ പാർട്ടി ക്ഷീണിച്ചെന്ന വിലയിരുത്തൽ അണികൾക്കുണ്ട്. CPMന്റെ 17 ഏരിയ കമ്മിറ്റികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചതും തൃശൂരാണെന്ന് വിമർശനമുണ്ട്. ചർച്ചകൾക്കു ശേഷം ഏരിയ കമ്മിറ്റി ശക്തിപ്പെടുത്താനുള്ള നടപടിയെടുക്കാനാണ് നീക്കം. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 211 ബൂത്തുകളിൽ 73 ബൂത്തുകളിൽ LDF 3-ാം സ്ഥാനത്താണ്. 10 ബൂത്തുകളിൽ 50-ൽ താഴെ വോട്ടുകളാണ് ലഭിച്ചത്. 11 ലോക്കൽ കമ്മിറ്റികളും 161 ബ്രാഞ്ചുകളും അടങ്ങുന്നതാണ് തൃശൂർ ഏരിയ കമ്മിറ്റി. കൂർക്കഞ്ചേരി ഒഴികെയുള്ള ലോക്കൽ കമ്മിറ്റികളും 145 ബ്രാഞ്ചുകളും തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ഇടതു സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണന് 26.97% വോട്ട് ലഭിച്ചപ്പോൾ വിജയിച്ച രാജൻ ജെ പല്ലന് ലഭിച്ചത് 48.55% വോട്ടാണ്. മണ്ഡലത്തിലെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷമാണിത്. കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി 12 സീറ്റിലേക്ക് ഒതുങ്ങി. 8 സീറ്റാണ് CPMന് ലഭിച്ചത്. കഴിഞ്ഞ വട്ടം 1/4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിയ പുതുക്കാടും അടിപതറി. ഇരിങ്ങാലക്കുടയിൽ LDF ഭരിക്കുന്ന 3 പഞ്ചായത്തുകളിൽ UDF സ്ഥാനാർത്ഥിക്കാണ് ലീഡ്. ചാലക്കുടിയിലെ LDF തന്ത്രം പാളിയതിലും ചർച്ചകൾ നടക്കും. കുന്നംകുളത്ത് വിജയിച്ചെങ്കിലും UDFന് 16,000 വോട്ടുകൾ കൂടി. ഗുരുവായൂരിൽ നാമമാത്ര ഭൂരിപക്ഷത്തിനാണ് വിജയം. CPI മത്സരിച്ച കൊടുങ്ങല്ലൂരിൽ ഇടതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നതും പരിശോധിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ, KS സലീഖ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവർ പങ്കെടുക്കും. മീഡിയ ടൈം, തൃശൂർ. UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തൂക്കം വരുന്ന 67 കിലോ കേക്ക് മുറിച്ചുകൊണ്ട് മറ്റത്തൂരിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. UDF പുതുക്കാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് അധ്യക്ഷയായിരുന്നു. UDF മറ്റത്തൂർ മണ്ഡലം ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ പ്രവീൺ M. കുമാർ, കൺവീനർ ഷാഫി കല്ലുപറമ്പിൽ, കോൺഗ്രസ് നേതാക്കളായ രഞ്ജിത്ത് കൈപ്പിള്ളി, ജോൺ വട്ടക്കാവിൽ, നൈജോ വാസുപുരത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രകടനവും മ്യൂസിക്കൽ ഷോ, കാവടി, വെടിക്കെട്ട് എന്നിവ നടന്നു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം. ഉപദേവ ക്ഷേത്രമായ ശിവക്ഷേത്ര നടയിലും പ്രധാന ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് പുറത്തുമായി സ്ഥാപിച്ചിരുന്ന വിലയേറിയ ഓട്ടുവിളക്കുകളാണ് ഇന്നലെ രാത്രി കവർന്നത്. ശിവക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന 6 അടിയോളം ഉയരമുള്ള ദീപസ്തംഭം, ചുറ്റമ്പലത്തിന് ചുറ്റുമായി സ്ഥാപിച്ചിരുന്ന 16 തൂക്കുവിളക്കുകൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് ദീപസ്തംഭവും വിളക്കുകളും മോഷ്ടിക്കപ്പെട്ടതായി ക്ഷേത്രം അധികൃതർ കണ്ടത്. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ മോഷണമടക്കം നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കുട്ടിച്ചാത്തൻ ഫിജോയെ അറസ്റ്റ് ചെയ്തു.
2025 ഡിസംബർ 13-നാണ് സംഭവം. അതിജീവിതയ്ക്ക് വാടകയ്ക്ക് വീടെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി അതിരപ്പിള്ളിയിലുള്ള റിസോർട്ടിലെത്തിച്ച് മയക്കുമരുന്ന് കലർന്ന വെള്ളം കുടിക്കാൻ നൽകിക്കൊണ്ട് ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ 1 പവൻ വീതം തൂക്കമുള്ള ഒരു സ്വർണ്ണമാലയും ഒരു സ്വർണ്ണവളയും കവർച്ച ചെയ്യുകയും ചെയ്ത സംഭവത്തിനാണ് കൊരട്ടി മുരിങ്ങൂർ തെക്കുമുറി പുല്ലൻ വീട്ടിൽ കുട്ടിച്ചാത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിജോ ജോസിനെ അറസ്റ്റ് ചെയ്തത്. മാള വലിയപറമ്പ് തേവരുപറമ്പിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ പുനർപ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി സതീശൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയായത്. ഭദ്രകാളി അന്നപൂർണേശ്വരി ദേവികൾക്ക് പുതിയ ശ്രീകോവിലും ഉപദേവതകൾക്കായി പുതിയ ഇരിപ്പിടങ്ങളുമാണ് ക്ഷേത്രത്തിൽ പണി പൂർത്തീകരിച്ചത്. നെല്ലായി പന്തലൂർ കുന്നത്തേരി തെക്കേ മഠം വനമാലി ഗൃഹത്തിൽ വനമാലിയും ശ്രീമദ് ഭാഗവത സത്രത്തിന് തുടക്കമായി. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നിമിഷം ഞാൻ തുടങ്ങുകയാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഭാഗവതരത്നം പുല്ലൂർ മണ്ണ മണിവർണ്ണ നമ്പൂതിരിയാണ് സത്രാചാര്യൻ. രാജ്യത്തെ പ്രഗത്ഭരായ ഭാഗവതോപാസകർ 9 ദിവസത്തെ ജ്ഞാനയജ്ഞത്തിൽ പങ്കാളികളാകും. ഭാഗവത ഗായകരത്നം കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, തെക്കേടം N നാഗരാജൻ നമ്പൂതിരി, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ എന്നിവർ ഭാഗവത പാരായണത്തിനും സമർപ്പണത്തിനും നേതൃത്വം നൽകും. വിവിധ ദിവസങ്ങളിൽ പ്രമുഖ ആചാര്യന്മാർ ഭക്തി പ്രഭാഷണങ്ങൾ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള CPM ജില്ലാ കമ്മിറ്റി യോഗം ഇന്നും നാളെയും. ജില്ലയിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ തൃശൂർ മുൻ മന്ത്രി ഡോക്ടർ R ബിന്ദു മത്സരിച്ച് പരാജയപ്പെട്ട ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെ ഫലങ്ങൾ പ്രത്യേകം പരിശോധിക്കും. മുഖ്യമന്ത്രി VD സതീശന്റെ തൂക്കം വരുന്ന 67 കിലോ കേക്ക് മുറിച്ചുകൊണ്ട് മറ്റത്തൂരിലെ UDF കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ. തുടർന്ന് പ്രകടനവും മ്യൂസിക്കൽ ഷോ, കാവടി, വെടിക്കെട്ട് എന്നിവ നടന്നു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം. ഉപദേവ ക്ഷേത്രമായ ശിവക്ഷേത്ര നടയിലും പ്രധാന ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് പുറത്തുമായി സ്ഥാപിച്ചിരുന്ന വിലയേറിയ ഓട്ടുവിളക്കുകളാണ് ഇന്നലെ രാത്രി കവർന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.